മനോജ് എന്താ ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? സസ്പെൻസ് ആണോ? ഒരു യാത്ര കൊണ്ടുപോകാൻ ശ്രമിക്കുവാണ് ഞാൻ. ട്രെയിനിൽ നമുക്ക് ഒന്നിച്ചെന്ന് യാത്ര ചെയ്യാം. നമ്മുടെ ഒരു ട്രെയിൻ യാത്രയാണ്. ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കാം. ഞാൻ കുറേ നാൾ മുമ്പ് മുംബൈയിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. മുംബൈ മഹാരാഷ്ട്ര നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ച് വീണ്ടും പോവുകയാണ്. മംഗള എക്സ്പ്രസ്സിൽ എറണാകുളത്ത് വന്നിട്ട് പോവുകയാണ്. അപ്പോൾ ആ ട്രെയിനിൽ അന്ന് ഞാൻ യാത്ര ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ കണ്ടു. അതുപോലെ ഞാൻ മംഗള എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് കയറി. എൻ്റെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ പ്രകാശൻ ചേട്ടൻ അവിടെ മുംബൈയിലുണ്ട്. പ്രകാശ് ചേട്ടൻ എന്നോട് പറഞ്ഞടാ മനോജ, നീ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേ അമ്മോട് പറയണം എനിക്ക് കുറേ അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ഇട്ട് തരണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പ്രകാശ് ചേട്ടനും ചേച്ചിക്കും വേണ്ടി അമ്മ തന്നു വിട്ട കുറേ അച്ചാറും കുറേ സാധനങ്ങളെല്ലാം എൻ്റെ ബാഗിനകത്തുണ്ട്. അതെല്ലാമായിട്ട് ട്രെയിനിൽ കയറി ട്രെയിൻ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാസിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നാസിക്കിലാണ് ഇന്ത്യയുടെ കറൻസി മുഴുവൻ പ്രിന്റ് ചെയ്തത്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, ആ ഭാഗത്ത് പോയിട്ടുണ്ട്, ആ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉയരം കുറഞ്ഞ ഒരാൾ, സാധാരണ ഉയരം കുറഞ്ഞ ഒരാൾ വന്നിട്ട് ട്രെയിനിൽ കയറിയിരുന്ന് ഭയങ്കര തമാശക്കാരനാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുകയാണ്. എന്നെ അറിയാമോ, ഞാൻ ഇന്ന ആളാണ്, ഹിന്ദി സീരിയലിൽ കുട്ടികളുടെ സീരിയലിൽ കുട്ടിച്ചാത്തിന് വേഷം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ കുട്ടികളുടെ പരമ്പരയിൽ ഞങ്ങൾ കാണാറില്ല, ഇങ്ങനെ പോകുന്നത്. അപ്പം ഈ ഉയരം കുറഞ്ഞ ആളുടെ അടുത്ത് വേറൊരാൾ വന്നിരുന്നു, ഒരു വണ്ണമുള്ള ഒരാൾ, കണ്ടാലും മാർവാടിയെ പോലൊരു ബിസിനസ്സുകാരൻ, മലയാളിയാണ്, വന്നിരുന്നു. അപ്പോൾ ഈ തമാശക്കാരൻ ഉയരം കുറഞ്ഞ ആൾ ഈ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എവിടെ പോകുന്നു? മറ്റേ ആൾ പറഞ്ഞു ഞാൻ മുംബൈ വരെ പോകുന്നു. അപ്പോൾ ചോദിച്ചു എന്തിനു പോകുന്നു? കുറച്ച് തുണി എടുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഈ തമാശക്കാരൻ ഈ ഉയരം കുറഞ്ഞ ആൾ ചോദിച്ചു എന്താ കേരളത്തിലൊന്നും തുണി ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ചിരി. അദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി, ഭയങ്കര ബിസിനസ്മാനല്ലേ, ഇതിന് ചിരി നോക്കി. അതിന് പറഞ്ഞോ മുംബൈയിലൊക്കെ തുണി തൂക്കി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ മുംബൈയിലൊക്കെ തുണി തൂക്കി വിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ ഉയരം കുറഞ്ഞതിന് വലിയൊരു തമാശ തോന്നിയിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, ചേട്ടാ സാറേ മുംബൈയിലൊക്കെ കാക്കിലോ ഷട്ടിക്ക് എന്നാ വിലയെന്ന്. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് ചമ്മി, ആ ഉയരമുള്ള ആ ബിസിനസ്സുകാരനൊന്ന് ചമ്മിയിട്ട് ഇതിനെ അടിമുടിയെന്ന് നോക്കിയിട്ട് പറഞ്ഞു നിനക്കന്നെ കാക്കിലോടെ ആവശ്യമില്ല, 50 ഗ്രാം മതി. ട്രെയിൻ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സ്പീഡിൽ. ശിങ്കാരിമേളം തകർത്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. ഇത് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നപ്പം എനിക്കൊരു പാട്ട് കേൾക്കാം, നല്ല വൃത്തിക്കൊരു പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റും. അത്രയും ഒച്ചത്തിൽ എനിക്ക് ആ ട്രെയിൻ പോയിക്കൊണ്ടിരുന്ന ഒച്ചത്തിനേക്കാളിലും ഹൈ പിച്ചിൽ തന്നെ എനിക്കൊരു വേറൊരു പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പാദേശി പാദേശി ജാനകി മുझे छोड़ोगे मुझे छोड़ोगे പാദേശി പാദേശി ജാനകി ജാനകി മുझे छोड़ोगे मुझे छोड़ोगे. ആ പാട്ട് എൻ്റെ അടുക്കലായി. നല്ല അത്രയും അത്രയും സ്പീഡിലും അത്രയും ശബ്ദത്തിലും ട്രെയിൻ പോയതിനേക്കാളും ഉച്ചത്തിൽ എനിക്ക് ആ പാട്ട് കേൾക്കാറ്. ആ പാട്ട് പാടി എൻ്റെ അടുത്ത് വന്നു. എനിക്ക് നല്ലൊരു സുഖം. ഞങ്ങൾക്ക് ഒരു ട്രെയിനിൽ പാട്ട് പാടുന്നൊരു ചേട്ടനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു പാട്ട് പാടാമോ? ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് പറയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേൽമുരുക ഹരോഹര എന്നുള്ള പാട്ട് പാടാം. ട്രെയിൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പാടി വേൽമുരുക ഹരോഹര. എന്തോ ഗ്രഹപ്പഴയ്ക്ക് സിഗ്നൽ കിട്ടി, ട്രെയിൻ ചെറുക പോവുക. ട്രെയിനിൻ്റെ സ്പീഡ് അങ്ങ് കുറഞ്ഞു, എന്തോ സ്പീഡ് തുറന്നു. വേലായുധ ശൂരം പടയുടെ ചെമ്പട കോട്ടി കോലം തുള്ളും കാലം. വീരൻ പടയുടെ ചെമ്പട കോട്ടി തത്തിങ്ങേറും വേളം. ട്രെയിനും ചെറിയൊന്ന് കുറഞ്ഞു. വേൽമുരുക ഹരോഹര. ബ്രേക്ക് പിടിക്കുക ട്രെയിനിങ്ങനെ ഹരോഹര. ഞാൻ പറഞ്ഞു ട്രെയിൻ അങ്ങ് സ്പീഡിൽ പോയാൽ മതിയായിരുന്നു.